നമസ്കാരം. ഇന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള സുഹൈബ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ അകപ്പെട്ടു. എയർ ഇന്ത്യ വിമാനത്തിൽ ലണ്ടനിലേക്ക് പറക്കുവാനിരുന്ന ഇയാൾ പോലീസിന് കൊടുത്ത വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇയാൾ കേരളത്തിലേക്ക് വന്ന സമയത്ത് എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഭക്ഷ്യവിഷബാധയുണ്ടാവുകയും അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിച്ച സമയത്ത് തൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഡേറ്റ് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടും അതിന് എയർ ഇന്ത്യ വഴങ്ങാത്തത് കൊണ്ട് അല്പം കയർത്തു സംസാരിക്കേണ്ടി വന്നു എന്നുമൊക്കെയുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണമാണ് ഈ ബോംബ് ഭീഷണി ഉയർത്തിയ ഈ വ്യക്തിയിൽ നിന്ന്, സുഹൈബ് എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മലപ്പുറത്തുള്ള സുഹൈബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ വിഷയത്തെ നാം ആ തരത്തിൽ കാണേണ്ടത്. ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു സാധാരണ സ്ഥിരബുദ്ധിയുള്ള ഒരു വ്യക്തി, ഒരു 29 വയസ്സുകാരനെന്നാണ് പറയുന്നത്, ഒരു സാധാരണ ഒരു വ്യക്തി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം വിമാനത്തിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് വിമാനത്തിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തിയുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നാം ഒന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയത്തെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കൂടി കൂട്ടിയോജിപ്പിച്ച് വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ കാഴ്ചപ്പാട്. കാരണം ഈ അടുത്ത സമയത്ത് എയർ ഇന്ത്യയുടെ സീനിയർ ക്യാബിൻ ക്രൂ ആയിട്ടുള്ള ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു വനിതയും അതുപോലെ തന്നെ മലപ്പുറത്ത് കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയും, ഈ രണ്ടുപേരെയും ഈ അടുത്ത സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. അത് വളരെ വിവാദമായിട്ട് ഒരു വാർത്തയൊക്കെ വന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണ് വീണ്ടും മലപ്പുറം ജില്ലയിലെ ഈ കൊണ്ടോട്ടി വീണ്ടും വിവാദപരമായിട്ട് ഈ തരത്തിൽ ബോംബ് ഭീഷണിയിലൂടെ രംഗത്ത് വരുന്നത്. ഇതിൽ രണ്ടും എയർ ഇന്ത്യ ഫ്ലൈറ്റിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ രണ്ട് വിഷയവും വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രതിയെ പോലീസിന് നെടുമ്പാശ്ശേരി പോലീസിന് എയർപോർട്ട് അതോറിറ്റി കൈമാറുകയും അറിയുന്നത്, പുറത്തു വരുന്ന വാർത്തകളിലൂടെ നാം മനസ്സിലാക്കുന്നത്, പോലീസ് നിസ്സാരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു സാഹചര്യവുമാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര ഒരുപക്ഷെ മുടങ്ങിയേക്കാം. എന്നാലും അടുത്ത ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ കേസിൽ നിന്നൊക്കെ ഊരിക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ തരത്തിൽ വിദേശ രാജ്യത്തേക്ക്, ലണ്ടനിലേക്കോ മറ്റെവിടേക്കോ ആണെങ്കിലും അദ്ദേഹത്തിന് നിശ്ചയിച്ച പ്രകാരം പോകാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫ്ലൈറ്റൊക്കെ ബോംബ് വെച്ച് തകർക്കും എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ലേ? കൃത്യമായിട്ട് ഒരു രാജ്യസുരക്ഷയെ ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യമല്ലേ ഈ വിഷയത്തിലുള്ളത്? എയർപോർട്ടിനുള്ളിലേക്ക് ബോംബ് കടത്തിക്കൊണ്ടുവരിക, ഒരുപക്ഷെ ഇത് ഇദ്ദേഹത്തിൻ്റെ വൈരാഗ്യ ബുദ്ധിയിൽ പറഞ്ഞതാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ കൂടി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ള ഒരു ബാധ്യത കൃത്യമായിട്ടും അതിൻ്റെ അതോറിറ്റിക്കുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ വിഷയം ഒരു നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷിച്ച് ഒരു പെറ്റി കേസ് പോലുള്ള ലാഘവത്തോട് കൂടിയിട്ട് ഒരു FIR ഒതുക്കേണ്ട സബ്ജക്റ്റ് അല്ല. ഇത് കൃത്യമായിട്ട് NIA പോലുള്ള ഒരു രാജ്യസുരക്ഷാ ഏജൻസി ഒരു കൃത്യമായിട്ട് തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിച്ച് പിടിക്കുന്ന അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിഗൂഢതകളുണ്ടെങ്കിൽ, അത് ഇതിൻ്റെ പിന്നിൽ ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പുറത്തു കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഈ കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. നന്ദി, നമസ്തേ.